सबको मेरा प्रणाम। आज हम देखेंगे रसिया नामक पाठ भाग। जब हसन पान लाने चला गया, रसिया ने बताया किस तरह दुनिया बदल गई है। अब तो ऐसे गांव है जहाँ के हिंदू मुसलमानों के हाथ से सौदे नहीं खरीदते। अब हिंदू चूटीहारिन है, हिंदू दर्जी है। इसलिए रसिया ऐसे खानदानी पेशों वालों को बड़ी दिक्कत हो गई है। किंतु रसिया ने एक खुशखबरी सुनाई, मेरे गांव में एक पागलपन नहीं और मेरी रानी तो सिवा റസിയ के किसी दूसरे के हाथ से ചൂടിയാൻ लेती ही नहीं। അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പട്ടണത്തിൽ വെച്ചിട്ട് കാണുകയാണ് നമ്മുടെ രാംവൃക്ഷ് ബെനിപുരിജിയും അതുപോലെ റസിയും. അപ്പോൾ റസിയും ഹസനും പട്ടണത്തിൽ വളകളുടെ ഒപ്പം ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴത്തെ മോഡേൺ കാലത്ത് വേണം, അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹസൻ പാൻ വാങ്ങാൻ പോയപ്പോൾ റസിയ നാട്ടിലെ വിശേഷങ്ങൾ പറയാണ്. പണ്ടത്തെ പോലെയല്ല, നാട്ടിലിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് എല്ലാവരും ഹിന്ദു മുസ്ലിം അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ നാട് മാറിയപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദു ചൂടിഹാരിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ വളകൾ വാങ്ങുന്നുള്ളൂ. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് എന്ന് പറയാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട്. രാംവൃക്ഷ് ബെനിപുരിജീൻ്റെ ഗ്രാമത്തിൽ ആരും തന്നെ അങ്ങനെ വേർതിരിവ് കാണിക്കാറില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നും പണ്ടും അതുപോലെ ഇന്നും റസിയൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് വള വാങ്ങുന്നത് എന്ന വിവരം അവൾ അറിയിക്കുകയാണ്. हसन का लाया पान खाकर जब मैं चलने को तैयार हुआ, वह पूछने लगी, मेरा ठेरा कहाँ है। मैं बड़े पाशोपेश में पड़ा, डरिए मत मालिक, अकेले नहीं आऊँगी, ये भी रहेगा क्या मेरा राजा। ये कहकर वह हसन से लिपट पड़ी। पागले ये शहर है शगर। ओ, हसन ने हंसते हुए उससे बागू छुड़ाई और बोला, बाबू बाल बच्चों वाली हो गई, किंतु इसका बचपना नहीं गया। എന്നിട്ട് ഹസൻ കൊണ്ടുവന്ന പാന് കഴിച്ചിട്ട് നമ്മുടെ രാംവൃക്ഷ് ബെനിപുരിജി പോവാൻ തുടങ്ങിയപ്പോൾ റസിയ ചോദിച്ചു, മാലിക് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻ്റ് എവിടെയാണെന്ന്. ടെറാന്ന് വെച്ചാൽ ടെൻ്റ് എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അത് പറയാൻ കുറച്ച് പേടിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വേർത്ത് പോയി. പക്ഷെ അപ്പോഴത്തേനും റസിയ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് വരില്ല, വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടാവും, മേരാ രാജ എന്ന് പറഞ്ഞിട്ട് അവൾ ഹസൻ്റെ മേത്ത് ഇങ്ങനെ ചായയാണ്. അപ്പോഴത്തേനും ഹസൻ പറഞ്ഞു, പൊട്ടത്തി ഇത് പട്ടണമാണ്, പട്ടണം എന്ന് പറഞ്ഞിട്ട് അവളെ മാറ്റുകയാണ്. എന്നിട്ട് പറയാണ്, ഇവൾക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ആയി, എന്നാലും ഇവൾ പണ്ടത്തെ ആ ഒരു കുട്ടിക്കളി വിട്ടിട്ടില്ല എന്ന് പറയാണ്. और दूसरे दिन पाता हूँ रसिया मेरे ठेरे पर हाजिर है। मालिक ये चूड़ियाँ रानी के लिए, कहकर मेरे हाथों में चूड़ियाँ रख दी। मैंने कहा, तुम तो घर पर जाती ही को लेती जाओ, वही दे देना। പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേനും റസിയ എൻ്റെ ടെൻറ്റിൽ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പ്രസൻ്റായി. എന്നിട്ട് കുറച്ച് വളകൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് റാണിക്ക് കൊടുക്കണം, നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വള തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വീട്ടിൽ കൊണ്ട് കൊടുത്താൽ പോരെ, അവിടെ കൊടുത്തോ എന്ന് പറഞ്ഞു. നെഹി മാലിക് ഏക് ബാർ അപ്പനെ ഹാത്ത് സേ ബി പിൻഹാ ദേഖിയേ വ ഗിൽഗിലാ പടി. അപ്പോൾ റസിയ പറയണം, ഒരു വട്ടമെങ്കിലും നിങ്ങൾ റാണിക്ക് വള ഇട്ട് കൊടുത്തു നോക്കൂ, അവർക്ക് ഭയങ്കര സന്തോഷമാവും. और जब मैंने कहा, आप इस उम्र में, तो वह हसन की ओर देखकर बोली, पूछिए इससे, आज तक मुझे हम चूड़ियाँ पहनते हैं या नहीं. അപ്പോൾ നമ്മുടെ ഓത്തർ ചോദിക്കുകയാണ്, ഈ വയസ്സാം കാലത്തോ എന്ന് ചോദിച്ചപ്പോൾ റസിയ അവളുടെ ഹസ്ബൻഡിനെ നോക്കി ചിരിച്ചിട്ട് പറയാണ്, ഇപ്പോഴും വളയിട്ട് തരുന്നില്ലേന്നൊന്ന് ചോദിച്ചു നോക്കുക എൻ്റെ ഹസ്ബൻഡിനോട് എന്ന് പറഞ്ഞിട്ട് ജബ് ഹസൻ എന്നിട്ട് ഹസനെ നോക്കുകയാണ്. ജബ് ഹസൻ കുछ शर्माया वह बोली, गाग है मालिक गाग, ऐसा मुँह बना रहा है इस समय, लेकिन जब हाथ में हाथ लेता है ठठाकर हंस पड़ी इतनी जोर से कि मैं चौकर चारों तरफ देखने लगा. എന്നിട്ട് അപ്പോഴത്തേനും ഹസൻ കുറച്ച് ഇങ്ങനെ നാണിച്ചു. എന്നിട്ട് അവൻ പറയാണ്, ഗാഗ് ഹേ, ഗാഗ് എന്ന് വെച്ചാൽ അനുഭവസ്ഥൻ, എക്സ്പീരിയൻസ് ആയി എന്ന് പറയാണ്. എന്നിട്ട്
कैसा मुँह बना रहा है इस समय, लेकिन हाथ में हाथ लेता है. चढ़ाकर हंस पड़ी इतने जोर से कि मैं ചൗക്കർ चारों तरफ देखने लगा. ഇപ്പോൾ കാലം ഒരുപാട് കഴിഞ്ഞു, പക്ഷെ എന്നാലും എന്താണ്, എപ്പോഴും പോകുമ്പോൾ ഒരുമിച്ചേ പോവാറുള്ളൂ. ഹാത്ത് മേ ഹാത്ത് ലേത്താ ഹേ, രണ്ട് കൈയും ഒരുമിച്ചുണ്ടാവും എന്ന് ഹസൻ പറയാണ്. എന്നിട്ട് ഭയങ്കര ഒച്ചത്തിൽ ചിരിക്കുകയാണ്. അപ്പോൾ മേ ചൗക്കുക ചാരോ തരഫ് ദേഖ്നേലേക്ക്. അപ്പോൾ ഇത് പട്ടണമാണ്. ഇയാൾക്ക് ഇവിടെ എന്താണ്, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരുടെ ചിരി കേട്ടിട്ട് 4 വശത്തേക്കും ഒന്ന് ഞെട്ടിത്തരിച്ച് നോക്കുകയാണ്. ഹാത്തോ